മോൻ സമാധാനായിട്ടിരിക്കുക. നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നില്ല. ഏതെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ടാവും. ഞാൻ കൂടെ കൂടെ ഇത് പറയുമ്പോൾ നിനക്കതിൽ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം അമ്മ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇത് പറയുന്നത്. ആരാസിനി? നവീന്റെ അമ്മയെ. ഇനി ഇതെന്താണോ? ഫോൺ എടുക്കണം മാം, അല്ലെങ്കിൽ ചിലപ്പോ അവരാരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ. ഗാതമ്മയുടെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. ഹലോ ഹലോ, സിത്താര. സിത്താര വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ സുമിത്ര? ഞാനും നവീനും കൂടി ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. മക്കള് തമ്മില് ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അവരെ നമുക്കൊന്ന് കൂട്ടിയിണക്കണ്ടേ? രണ്ടുപേരെയും കൂടി ഇരുത്തി കാര്യങ്ങള് നമുക്കൊന്ന് സംസാരിക്കാന്ന് വെച്ചിട്ടാ. അത് സുമിത്ര, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണവന്മാരായിട്ട് നമ്മളെല്ലാരും ഇല്ലേ? നമ്മുടെ കുട്ടികളെ അനുസരിപ്പിക്കാൻ നമുക്ക് പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് വരാം. സുമിത്ര ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അതെന്തു പറ്റി? അത് സുമിത്ര, എന്റെ മോളുടെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കളരിക്കൽ കുടുംബത്തിനും നവീനും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ. ഇത്രയും ദിവസം കൊണ്ട് അവൾക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. നന്നായി. ഈ പറയുന്ന എനിക്ക് പോലും ചില നേരങ്ങളിൽ സഹിക്കാവുന്നതിനും അപ്പുറം പോയിട്ടുണ്ട് ഗാഥ. അറിയാം, എല്ലാം അറിയാം എനിക്ക്. ഇനിയൊരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. വൈകാതെ തന്നെ അവളെ ഞാൻ കളരിക്കിലേക്ക് അയച്ചോളാം. ഇതുവരെ ഉള്ളതൊക്കെ മറന്നിട്ട് പുതിയൊരു ഗാഥയായിട്ട്. സിത്താരയ്ക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ സിത്താരെ, ഒരുപാട് വൈകാൻ നിൽക്കല്ലേ. നവീന്റെ മാനസികാവസ്ഥ കൂടി സിത്താരയ്ക്കൊന്ന് ചിന്തിക്കാൻ കഴിയണം. വിവാഹം കഴിഞ്ഞ ദിവസം മുതല് എന്റെ മകന്റെ ജീവിതം അപകടത്തിലാ. അവനെ ഞാൻ ഇന്നുവരെ ഇത്ര നിരാശയോടെ കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി സുമിത്ര. നവീനോട് പറഞ്ഞേക്കൂ, ഗാഥ വൈകാതെ തന്നെ കളരിക്കിലേക്ക് എത്തുമെന്ന്. ആ, എങ്കിൽ ശരി. മാം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഗാഥ മേഡത്തിന് എങ്ങനെ എത്തിക്കാനാ ഇവിടെ? എനിക്കറിയില്ല. പക്ഷെ ഇനിയും വൈകിയാല് നവീൻ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കും. അവരുടെ സിറ്റുവേഷൻ വെച്ച് ഇതുവരെ അവരങ്ങനെ ചെയ്യാത്തത് അത്ഭുതം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നേക്കുമായിട്ട് ഗാഥയ്ക്ക് നവീനെ മറക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ മാം? വാക്കു പറഞ്ഞെങ്കിലും ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല സിനി. നോക്കാം. ഭഗവാനെ, ഈ വീട്ടിലേക്ക് ഇനി വരാൻ പോകുന്നത് ഗാഥയാ. എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ശ്രീനിവാസ് സാറിനും ഇവിടെയുള്ളവർക്കും ഒരു സംശയവും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയണേ.